ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആയവർക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഏണിങ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് മന്ത്ലി ഒരു $100 എങ്കിലും എത്തിക്കണം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞങ്ങൾ ചെയ്യുന്നതും ഷോർട്സ് ആയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ വീഡിയോ കാണുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്നലെ ഞങ്ങളൊരു ഇമേജ് എടുത്തിട്ട് സ്റ്റോറി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം തന്നെ ഒരു പോസ്റ്റായിട്ട് അതിനൊരു റൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അതായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിൽ നിന്നും കിട്ടിയ വ്യൂസും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ സ്റ്റോറി ആയിട്ട് ഇട്ടതിന് ഏകദേശം 16,000 മേലെ വ്യൂ കയറിയിട്ടുണ്ടായിരുന്നു 24 മണിക്കൂറുകൊണ്ട്. അതേസമയത്ത് നമ്മൾ പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതിന് 100 മേലെ ഷെയറും അതുപോലെ ഒരു 40 മേലെ വ്യൂസും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടിൽ നിന്നും നമുക്ക് കിട്ടിയ ഏണിങ്സ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റോറീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ടൂളിൽ വരുന്നതല്ല. നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ഇൻവിറ്റേഷൻ വന്ന് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഏണിംഗ് ഓപ്ഷനാണ് സ്റ്റോറീസ്. അതുപോലെ നമുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഏണിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറീസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഫോട്ടോ സ്റ്റോറി ആയിട്ട് ഇട്ടതിന് കിട്ടിയ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $3 മേലെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. 24 മണിക്കൂർ കൊണ്ട് $3 മേലെയാണ് കിട്ടിയത്. അതിന് വ്യൂ കയറിയത് 16 മേലെയാണ്. 16,000 മേലെ വ്യൂ കയറിയിട്ടുണ്ടായിരുന്നു. അതേ സെയിം സാധനം തന്നെ നമ്മൾ പോസ്റ്റായിട്ട് റൈറ്റിംഗ് എല്ലാം വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $3 താഴെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറീസിൽ നിന്നും നമുക്ക് ഇതുപോലെ നല്ല ഏണിങ്സ് കിട്ടും. ആ സമയത്ത് നമ്മുടെ പോസ്റ്റുകൾക്കും നല്ല ഏണിങ്സ് കിട്ടും കേട്ടോ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറി ഇവിടെ 24 മണിക്കൂർ കൊണ്ട് എൻഡ് ആവുകയാണ്. പക്ഷേ നമ്മുടെ പോസ്റ്റ് അവിടെ കിടക്കുവാണ്. പോസ്റ്റ് നമുക്ക് ഏകദേശം 90 ഡേയ്സ് വരെ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടും. 90 ഡേയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡേയ്സിൽ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളാണ് നല്ല ഏണിങ്സ് വരിക. അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞ് വരും. എന്നാലും ചെറിയ $1.1 ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കയറുക. അതൊരു 90 ദിവസം നമുക്ക് കിട്ടും. നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഓപ്പൺ ആക്കി നോക്കാൻ തോന്നുന്ന ടൈപ്പിലുള്ള സ്റ്റോറീസ് നമ്മൾ ഇടണം. അതായത് നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പിക്ചർ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ആക്കാൻ പോകത്തില്ല. പക്ഷേ അതിൽ നിന്ന് നമുക്കത് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയൊരു ബോക്സിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ആക്കി മീൻസ് മറ്റൊരാൾ കാണുമ്പോൾ അത് ഓപ്പൺ ആക്കാൻ അവർക്ക് തോന്നണം. ആ ഒരു ടൈപ്പിലുള്ള സ്റ്റോറീസ് ആയിരിക്കണം. അതായത് നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും എന്താ പറയുക, നമുക്കിത് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ പാടില്ല. അങ്ങനെ കാര്യങ്ങൾ വേണം നമ്മൾ സ്റ്റോറീസ് ആയിട്ട് ഇടാൻ. അങ്ങനെ ആകുമ്പോഴേ മറ്റുള്ളവർ കാണുമ്പോൾ അത് ഓപ്പൺ ആക്കണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോർമലായിട്ട് കാണുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ സ്റ്റോറീസ് ആയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണുമ്പോൾ അത് ഇന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളത് ഓപ്പൺ ആക്കാൻ നമ്മൾ പോകത്തില്ല. അതുപോലെ എപ്പോഴും നല്ല സ്റ്റോറീസ് ഇടുക. നല്ല സ്റ്റോറീസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഏണിങ്സ് കിട്ടും. അതുപോലെ നമുക്ക് നല്ല പോസ്റ്റുകളൊക്കെ ചെയ്യുക. അതിൽ നിന്നും നമുക്ക് നല്ല ഏണിങ്സ് കിട്ടും. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഇതുവരെ മോണിറ്റൈസേഷൻ ആയവർക്ക് നല്ല ഏണിങ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും നിരാശപ്പെടേണ്ട. നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്താൽ എന്താണെങ്കിലും ഒരു ദിവസം നമുക്ക് റിസൾട്ട് ഉണ്ടാകും. ഏകദേശം ഒരു 180 ഡേയ്സ്, അതായത് ഒരു 6 മാസം നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്താൽ എന്താണെങ്കിലും നമുക്ക് റിസൾട്ട് ഉണ്ടാകും. നല്ല ഏണിങ്സും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.